പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി സുവിശേഷ ശുശ്രൂഷകളിലേക്ക് രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ജോബിന്റെ പുസ്തകം 36 അധ്യായത്തിൽ 5 തിരുലിഖിതം. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മേരിക്കുട്ടി എറണാകുളത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ 4 മാസത്തോളമായി അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു ഷുഗർ രോഗിയാണ് 10 വർഷത്തോളമായിട്ട്. എനിക്ക് 4 വർഷത്തോളമായി ഇൻസുലിൻ എടുത്തുകൊണ്ടാണ് ഇതിനെ ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ മെയ് മാസം മുതൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എന്റെ ഈ ഷുഗർ രോഗം മാറാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ കർത്താവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ എന്റെ ഷുഗർ രോഗം പൂർണ്ണമായും വിട്ടുമാറി. ഇൻസുലിൻ കുത്തിവെക്കുന്നത് ഞാൻ നിർത്തി. ഇപ്പോൾ ഞാൻ പൂർണ്ണ സൗഖ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷം ദൈവമായ കർത്താവിന്റെ ശക്തി സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൽ ഇപ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ്. മകനെ, മകളെ, വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ ആരാധിക്കുന്നു. നീ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഇരുന്ന് ആരാധിക്കുക. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി കർത്താവിന്റെ നാമത്തെ വിളിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ അത്ഭുത ശക്തി സകല ജനത്തിന് മേലും വ്യാപരിക്കട്ടെ. വേദനയോടെ കരയുന്നവർ, വലിയ ദുഃഖത്തോടെ വിലപിക്കുന്നവർ, അങ്ങയുടെ തിരുസന്നിധിയിൽ രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് അങ്ങയുടെ സന്നിധിയിൽ സങ്കടത്തോടെ നിലവിളിക്കുന്നവർ, കുടുംബ പരാജയങ്ങളോർത്ത് കരയുന്നവർ, ഓരോ തരത്തിലുള്ള ദുഃഖത്താലും ഭാരത്താലും വേദനയാലും പിടയുന്നവർ, എല്ലാവരുടെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. എല്ലാ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ കാരുണ്യം ഒഴുകട്ടെ. എല്ലാ ഹൃദയങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുത സ്നേഹം നിറയട്ടെ. അങ്ങയുടെ അത്ഭുത സ്നേഹത്തിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാ ദുർശക്തികളെയും, എല്ലാ ദുരാത്മാക്കളെയും, എല്ലാ പൈശാചിക പീഡകളെയും ഈ ശുശ്രൂഷകൾ വഴി ദൈവജനത്തിന് അനുഗ്രഹവും നിത്യരക്ഷയും സംഭവിക്കുവാൻ തടസ്സമുണ്ടാക്കുന്ന സകല സകല നാരകീയ സേനകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ചു കെട്ടി നിത്യനരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിന്റെ പുസ്തകം 36:5. ദൈവം ശക്തനാണ്, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവായ ദൈവത്തെക്കുറിച്ച് ദൈവവചനപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വേര് പാകി ശക്തി പ്രാപിക്കുന്നില്ലെങ്കിൽ പിതാവായ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നുണചിന്തകൾ വന്നു നിറയും. പ്രൈസ് ദി ലോർഡ്. കാരണം പിതാവായ ദൈവത്തെക്കുറിച്ച് ഇടതടവില്ലാതെ രാവും പകലും പഠിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് ദുഷ്ടാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിതാവായ ദൈവത്തെക്കുറിച്ച് ഇടതടവില്ലാതെ ദൈവത്തിന്റെ മക്കളുടെ അടുത്ത് വന്ന് എപ്പോഴും അവരുടെ ചെവിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തല ഉയർത്തി നോക്കുമ്പോൾ ആരോട് പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് ചിന്തിച്ച് അവൻ തല ഉയർത്തി നോക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകളെ കാണുന്നു. അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താണ് ഈ ആളുകളുടെ പ്രത്യേകത? അവർ മ്ലാനമുഖരാണ്. അവരുടെ ഹൃദയത്തിൽ സന്തോഷം മങ്ങിപ്പോയിരിക്കുന്നു. അവർക്ക് ഒരു ഉണർവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ദുഷ്ടാത്മാവ് ഈ മനുഷ്യരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും. ഈ മനുഷ്യർ പാപത്തിൽ നശിച്ച മനുഷ്യരാണ്. ഈ ദുഷ്ടാത്മാവ് മനുഷ്യരുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? നിങ്ങളുടെ ദൈവം ഇത്ര സ്നേഹമുള്ള ദൈവമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്ന തകർച്ചയിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിച്ചില്ല? എന്തുകൊണ്ട് ഇന്ന പ്രശ്നം വരാതെ നിങ്ങളുടെ ദൈവം നിങ്ങളെ കാത്തില്ല?
എന്തുകൊണ്ട് ഈ രോഗം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം അനുവദിക്കുന്നു? എന്തുകൊണ്ട് ഈ കഷ്ടം നിങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോൾ ദൈവം നിങ്ങളെ സഹായിച്ചില്ല? നിങ്ങളുടെ ദൈവത്തിന് അത്ര വലിയ സ്നേഹമൊന്നും നിങ്ങളോടില്ല. ഇനി നിങ്ങളുടെ ദൈവം സ്നേഹമാണെങ്കിൽ തന്നെ നിങ്ങളോട് സ്നേഹമില്ല. വല്ല വിശുദ്ധന്മാരോടൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും, വല്ല പുണ്യന്മാരോടൊക്കെ സ്നേഹം ഉണ്ടായിരിക്കും. നിങ്ങളോട് നിങ്ങളുടെ ദൈവത്തിന് സ്നേഹമില്ല. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമില്ല, നിങ്ങളോട് വെറുപ്പാണ്. കാരണം വെറുതെ ഒന്നുമല്ല, ഈ കണ്ട പാപങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന എങ്ങനെ വിചാരിക്കാൻ പറ്റും? നിങ്ങൾ ഇത്രയും നാൾ പാപം ചെയ്തതുകൊണ്ട്, നിങ്ങൾ പാപത്തിൽ ഇരുന്നത് കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടമില്ല. നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളോട് വെറുപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദുഷ്ടാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന നുണചിന്ത. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ എന്താണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്? ദൈവമായ കർത്താവിന്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന വ്യക്തമായ പ്രബോധനം ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിലുണ്ട്. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ധ്യാന കേന്ദ്രത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം ധ്യാന കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ധ്യാനത്തിന്റെ ആദ്യത്തെ 3-4 ദിവസങ്ങൾ പിന്നിട്ടു. പക്ഷേ അന്ന് ആ ധ്യാനത്തിൽ വന്നിരുന്ന നിരവധി വ്യക്തികള് ഒരു അനുഭവം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ നല്ലൊരു കൗൺസിലിങ്ങിന് വിട്ടയച്ച്, അവരോട് നല്ല ശക്തമായ വചനങ്ങൾ പ്രഘോഷിച്ച്, അവർക്ക് വേണ്ടി നന്നായി ബലിയർപ്പിച്ച്, അവർക്ക് വേണ്ടി കുമ്പസാരിപ്പിക്കാൻ നല്ല നല്ല വൈദികരെ കരുതി. പക്ഷേ കുമ്പസാരം കഴിഞ്ഞിട്ടും കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും വചനങ്ങൾ കേട്ടിട്ടും ബലിയർപ്പിച്ചിട്ടൊന്നും ഇവരുടെ ഹൃദയത്തിന് ഒരു കുലുക്കവും ഇല്ല. ഇവരൊരു തോന്നിയാസികളെ പോലെ നടക്കുകയാണ്. അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധി ഹൃദയം തുറക്കുകയോ അവർ വചനത്തിന് വേണ്ടി ഹൃദയം എളിമപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഇവരോട് എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്തതുപോലെ ഇവർക്ക് ദൈവവും ദൈവീക കാര്യങ്ങളും ഒരു പുല്ല് വില കൽപ്പിച്ച് അവരങ്ങനെ കൂസലില്ലാതെ നടക്കുകയാണ്. അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കഠിനമായ പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ചിന്തിച്ച്, ഇങ്ങനെ കഠിനമായ പാപങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ ഒരു അനുതാപം പോലും കിട്ടാത്ത വിധം നിത്യനാശത്തിന് വേണ്ടി ഇവരെ ദൈവം ഒഴിഞ്ഞു വെച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും ലോകത്തിൽ അങ്ങനത്തെ കുറച്ച് പാർട്ടികൾ ഉണ്ടാകുമായിരിക്കും, നിത്യനാശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവര്. അതുകൊണ്ടായിരിക്കും ഇവർക്കൊരു അനുതാപം കിട്ടാത്തത് എന്ന് എന്റെ മനസ്സിലൊരു ചിന്ത വന്നു. അന്ന് രാത്രി അച്ഛൻ ധ്യാനകേന്ദ്രത്തിൽ കടന്നുറങ്ങുകയാണ്. രാത്രി വെളുക്കപ്പുറമായപ്പോൾ ഒരു സ്വപ്നം ദൈവം എനിക്ക് തന്നു. ഒരു ചെറിയ ഒരു പാവപ്പെട്ട ഒരു പുല്ലുമേഞ്ഞ ഓലപ്പര അല്ലെങ്കിൽ പുല്ല് ഗ്രാമപ്രദേശത്തുള്ള ഒരു കൊച്ചു വീട് ദൈവ സ്വപ്നത്തെ കാണിച്ചു തന്നു. ആ വീടിന്റെ ഉമ്മറത്ത് ഒരു റാന്തൽ വിളക്ക് കത്തുന്നുണ്ട്. വെളുക്കപ്പുറമായിട്ടും ഉറങ്ങാത്തൊരു വീട്ടമ്മയെയും ആ വീട്ടമ്മയുടെ കയ്യിലിരിക്കുന്ന വീട്ടമ്മയുടെ തോളിൽ വീട്ടമ്മയെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെയും ദൈവം സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ആ വീട്ടമ്മയെ കണ്ടാൽ അറിയാം, ക്ഷീണതയാണ്, കൂലിപ്പണിക്ക് പോകുന്നൊരു വീട്ടമ്മയാണ്, പാവപ്പെട്ടൊരു വീട്ടമ്മയാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിച്ചു. ആ കുട്ടി ഒരു കാല് പൊക്കിപ്പിടിച്ച് ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നുണ്ട്. ആ കാല് ഞാൻ സൂക്ഷിച്ചു നോക്കി. ആ കാലിൽ ഒരു മുള്ളു തറച്ച് പഴുത്ത് വിങ്ങി വീർത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും. ആ വിങ്ങല് സഹിക്കാൻ പറ്റാതെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അമ്മ ആ കുട്ടിയുമായി ആ ഉമ്മറത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ആ കുട്ടി ഈ അമ്മ പണിക്ക് പോയപ്പോൾ ആ വാചലപ്പാട്ടിലൂടെയും ആ ഇടവഴികളിലൂടെയൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് അതിന്റെ കാലിൽ ഒരു വിഷമുള്ള തറച്ച് അതാരെയും കാണിച്ചില്ല. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുള്ള അവിടെ ഇരുന്ന് പഴുത്ത് കാൽ വിങ്ങി വീർത്ത് ഇപ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത വേദനയായി. അങ്ങനെ വിങ്ങുന്ന കാലുമായി ഇരിക്കുന്ന കുട്ടിയെയാണ് പണി കഴിഞ്ഞു വന്ന വീട്ടമ്മ കാണുന്നത്. വീട്ടമ്മയുടെ ക്ഷീണമെല്ലാം മാറി. ആ വീട്ടമ്മ ആ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിന്റെ ഉറക്കവും അതിന്റെ വിശ്രമവും അതിന്റെ ക്ഷീണവും ഒന്നും കണക്കാക്കാതെ, അതിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ ഒന്നും കണക്കാക്കാതെ ആ വീട്ടമ്മ അതിന്റെ മുഴുവൻ സമയവും അതിന്റെ മുഴുവൻ കഴിവും ഈ കുഞ്ഞിന്റെ കൂടെ, ആ വേദനിക്കുന്ന കുഞ്ഞിന്റെ കൂടെ